ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല. നമ്മളത് അനുഭവിച്ചറിയുമ്പോൾ മാത്രമായിരിക്കും നമ്മളത് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പിച്ച ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ 25 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷേ എന്തൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനൊരു പ്രതിവിധി ഉണ്ടായിരിക്കും. പിന്തിരിയാതെ തോറ്റോടാതെ അത് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെയും അത് ഞങ്ങൾ കണ്ടെത്തി. അവസാനം കൂട്ടുകാരെ, ഇത് നമ്മുടെ അവസാനത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇത് ഒരു 99.9% ഇത് അവസാനത്തെ എപ്പിസോഡാവാനാണ് സാധ്യത. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നമ്മളെ ഇവിടെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബാലേട്ടനെ കൊണ്ട് ഇന്നലെ നമ്മൾ ഇവിടുന്ന് എടുത്ത ആ ഒരു കുടത്തിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളുടെ വീഡിയോ നമ്മൾ ബാലേട്ടന് കാണിച്ചു കൊടുത്തപ്പോൾ ബാലേട്ടൻ പൂജാരിയോട് ചോദിച്ച സമയത്ത് അവരിങ്ങോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ പോയിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ആ കുടത്തിന് ഒരു പൊട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊട്ട് സംഭവിച്ചുകൊണ്ടാണ് ഈ ഒരു ആത്മാവിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതും ഈ ഒരു ആത്മാവ് ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് മാറിയതും എന്നാവാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ പലയിടം ചില പ്രതിവിധികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഈ മുറിക്കുള്ളിൽ നമുക്ക് ചില സൂചനകൾ കാണും. ആ സൂചനകളിൽ ഒന്നെന്ന് പറയുന്നത്, അതായത് ഈ ആത്മാവ് ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ചില സൂചനകൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് ബാലേട്ടൻ പറഞ്ഞത്. ഒന്നാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ ഈ മുറിക്കുള്ളിൽ തീയുണ്ടാവും. അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു തീയിൻ്റെ അംശം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ പേര് എഴുതിയ ഭാഗത്ത് ചിലപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും തീ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഈ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു സൂചന കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു ആത്മാവ് വീണ്ടും തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള പ്രതിവിധികളാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് കേട്ടോ. നമ്മളെ കൂടെ ആരില്ല, ഉണ്ണില്ല, ആരുമില്ല. ഉണ്ണി അവസാനത്തെ ദിവസം ഉണ്ണി സത്യം പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തുടങ്ങിയ ഞാനായതുകൊണ്ട് തീർക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കണില്ല. കുറച്ച് സമയം ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 12:30-1 മണി സമയത്താണ് ആ ഭാഗത്ത് കുടം കിട്ടുക. ആ ഒരു കുടം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വേണ്ട പ്രതിവിധികൾ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് നേരം കാത്തിരിക്കണം. ഞങ്ങളിപ്പോൾ സമയം കാണിച്ചു കേട്ടാ. സമയം 12:31 12:31 സമയം. ഈ സമയത്ത് ഞങ്ങൾ കാത്തിക്കണം എന്താ വെച്ചാൽ ഏകദേശം ഈ സമയത്താണ് നമ്മളവിടെ അതിൽ കണ്ടത് ആ ഒരു കുടം അവിടെ എത്തുന്നത്. ഇത്രയും നേരം ഞങ്ങൾ കുറച്ച് നേരത്തും കൂടെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ കിട്ടിയില്ല കേട്ടോ. ഒന്നുകൂടെ നമുക്ക് പോയി വെക്കാം അല്ലേ? പോയി വേണം. അവിടുന്ന് ആ ഒരു കുടം കിട്ടിയാൽ മാത്രമാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുടം അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇന്നലെ നമുക്ക് കിട്ടിയ അതേപോലെ തന്നെയാണ് ഈ ഒരു കുടം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണം എന്താ വെച്ചാൽ ഈ ഒരു കുട സാധനങ്ങളൊക്കെ ആദ്യം നമുക്കൊന്ന് മാറ്റണം. മാറ്റിയാലോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ ഫുള്ള് മാറ്റുക കേട്ടോ. കിട്ടാവുന്ന സാധനങ്ങൾ മൊത്തം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ബാക്കി കുറേയൊക്കെ മണ്ണായിട്ട് പോയിട്ടുണ്ട്. എന്നാലും കിട്ടാവുന്ന സാധനങ്ങൾ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനാണ് ബാലേട്ടൻ പറഞ്ഞത്. ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ കുടം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഇതാണ് വേണ്ടതെന്നാണ് ബാലേട്ടൻ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ഇന്നലെ നമ്മളെടുത്ത ആൾരൂപങ്ങളുണ്ട്, പിന്നെ ഒരു കറുത്ത തുണിയുണ്ട്. ഈ സാധനം ഇനി നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഈ സാധനം നമ്മൾ പുതിയ കുടത്തിലേക്ക് മാറ്റുകയാണ്. പുതിയ കുടത്തിലേക്ക് മാറ്റിയിട്ട് അതേപോലെ തന്നെ നമ്മളവിടെ കുഴിച്ചിടുകയാണ്. നമ്മളിനി ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ഈ ഒരു സാധനം നമ്മൾ നേരെ പുതിയ കുടത്തിലേക്കാക്കിയിട്ട് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പുതിയ കുടത്തിലേക്കാക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല വൃത്തിയായിട്ട് കെട്ടണം എന്നാണ് ബാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് കെട്ടുകയാണ്. കെട്ടിയിട്ട് നമ്മൾ അതേ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ് കേട്ടോ. വാ, ഇവിടുന്നാണ് നമുക്കിത് കിട്ടിയത്. ഇതേ സ്ഥലത്ത് തന്നെ വെക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം
ഈ ഒരു സമയത്ത് ആണ് ടൈനി മറ്റേ ആ ഒരു ആത്മാവ് വരികയാണെന്നുണ്ടെങ്കിൽ വരിക. അപ്പോൾ നമുക്ക് കാത്തിരുന്നാലോ? ഇപ്പോഴും വന്നിട്ടും ചേട്ടാ, ഞങ്ങൾ കാണിച്ചു. അതേ രീതിയിലാണ് കേട്ടോ വരുന്നത്. കഴിഞ്ഞ ദിവസം വന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും വരുന്നത്. നമ്മൾ അവിടെ പോകുന്നുണ്ട്, നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ നിൽക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ശല്യം ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു നിലവിളക്ക് പോലത്തെ എന്തോ ഒരു വിളക്കം കത്തിച്ചിട്ടാണ് വരുന്നത്. എന്താ ചെയ്യാൻ നോക്കിയൊക്കെ നമുക്ക്. ഞങ്ങളിവിടെ അഡീഷണലായിട്ട് ഒരു ലൈറ്റും കൂടെ വെച്ചിരുന്നിട്ടാ ശരിക്കും എന്താ ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ സമയത്താണ് മെയിനായിട്ട് അതവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് നോക്കട്ടാ, ചെയ്ത് നോക്ക്. കയ്യിൽ വറക്കേണ്ടിട്ട് കണ്ട. അതിന് മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ട്. അതേപോലെ പോയാൽ രക്ഷപ്പെട്ടു. ഓട് വാ 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 പോടെ വാ വാ. നോക്കടാ, ഏകദേശം ആ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടെ നിൽക്കാണല്ലോ. വാ വാ വാ. ആ റൂമിൻ്റെ അവിടെ തന്നെ നിൽക്കണ്ട. അത് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം സൂചനകളൊക്കെ ഏകദേശം കറക്റ്റാണ്. കാരണം അത് റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ 2-3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നേരെ റൂമിൻ്റെ ഉള്ളിൽ പോയി തുറന്ന് നോക്കട്ടെ. ചിലപ്പോൾ നമുക്ക് പറ്റിയൊരു സൂചനയായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം ഇത് ചെക്ക് ചെയ്യുന്നൊരു ഭാഗമാണ് കേട്ടോ. ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉറപ്പില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. റൂം കാണിച്ചു അവിടെ എന്തോ കത്തുണ്ട് കണ്ടാ. എന്താണെന്ന് അറിയില്ലട്ടാ, എന്തോ കത്തുണ്ട്. എടാ ഈ പേര് പോയടാ, പേര് നോക്കി കാണാടാ. പേര് മൊത്തമായിട്ട് പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പുകയുണ്ടാ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അധികം നിൽക്കാൻ പറ്റണില്ല. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്മെല്ലായിട്ട് പുകയിട്ടേ ശ്വാസം അതിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് കത്തിയിട്ട് ഏകദേശം ഈ പേര് മാഞ്ഞു പോയിട്ടുണ്ട്. ഫുള്ള് പുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ആദ്യം പുറത്തേക്ക് ഇറങ്ങാം. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണത് സേഫല്ല. പുറത്തു പോവാ. നമ്മളേ
ഏകദേശം സൂചനകളൊക്കെ ബാലേട്ടൻ പറഞ്ഞാൽ കറക്റ്റാണായിരുന്നു. കാരണം അവസാനം ഉണ്ടാകുന്ന ഏകദേശം ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ മുറിക്കുള്ളിൽ തീ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അത് കറക്റ്റായില്ലേ പോവേ? കറക്റ്റായി. പിന്നെന്ന് പറഞ്ഞാൽ ആ പേരിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞില്ല, എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധ്യത എന്നാണ് ബാലേട്ടൻ പറഞ്ഞത്. അത് രണ്ടും കറക്റ്റാണായിരുന്നു. അതായത് ആ റൂമിൽ നന്നായിട്ട് തീ നമ്മൾ കണ്ടു, മൊത്തം പുകയാണ് ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സാവിത്രി എന്ന് എഴുതിയ പേര് അതവിടെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇതോടുകൂടി അവസാനിക്കണം എന്നുള്ളതാണ്. ഈ വാതിൽ നമ്മൾ അടയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3 മണി 4 മണി ആവാറായിട്ടാണ്.